നേതാക്കന്മാർ ഒരു പ്രഖ്യാപനം നടത്തി അവരുടെ സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും വണ്ടിയിൽ KSRTC ഫ്രീ യാത്ര. ഇത് മന്ത്രിസഭ പോലും ഉണ്ടാക്കിയില്ല. കയറി വന്ന് കുറച്ച് പേര് കൊടിയും കുത്തിപ്പിടിച്ച് മനുഷ്യൻ്റെ ചെവിയിലേക്ക് അസഹ്യമായ സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മീഡിയ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് വളരെ നല്ലതായിട്ട് തോന്നും. കാരണം നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണല്ല. ഇതൊന്നിനും പെടാതെ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ ചെവിയിലേക്ക് ഈ സൗണ്ടുകൾ ഒരു ബസ്സിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും. ഇതെന്തുമാത്രം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ആദ്യം മനസ്സിലാക്കണം. കുറേ ജനങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ചെവിക്കകത്തേക്ക് കുറച്ച് അസഹ്യമായ സൗണ്ടുകൾ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂചിക്കുമോ? ഇല്ലല്ല. ഇതൊന്നും ചിന്തിക്കുന്നില്ലേ? അതോ ഇങ്ങനെയൊക്കെയാണോ നാട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും? ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വിവേകാനന്ദനൊക്കെ പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ അങ്ങനെയൊക്കെ ആയി തുടങ്ങിയോ? ഒരു പഠനം നടത്തുന്നത് തന്നെ ചിലപ്പോൾ നല്ലതാണ്. സർക്കാർ പഠനത്തിൽ കയറട്ടെ, എന്നിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ചെയ്യുന്നേ. ഇതെന്തിപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനം തന്നതല്ലേ എന്ന് ചോദിക്കാനായിട്ട് പറ്റും. ഇതൊന്നുമില്ല. അതിന് മുപ്പാടെ ഇവിടെ സംഭവം അത് തുടങ്ങിക്കഴിഞ്ഞ്, അടിയങ്ങ് തുടങ്ങിക്കഴിഞ്ഞ്. ഒയ്യോ എന്തു ആകുമോ?